ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അളകനന്ദ നദിയാണ് കേട്ടോ. ഈ നദീതീരത്താണ് കേട്ടോ ഞാനും താമസിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ഹിമാലയൻ നദിയാണ് അളകനന്ദ. അളകാപുരി ഗ്ലേസിയറിൽ നിന്നാണ് കേട്ടോ ഈ നദി ഉത്ഭവിച്ചു വരുന്നത്. പിന്നീട് അത് ദേവപ്രയാഗിൽ വെച്ചിട്ട് ഭാഗീരഥിയുമായി ചേർന്നിട്ട് ഗംഗയായി മാറുകയാണ് ചെയ്യുക. ഹിന്ദു മിത്തോളജി പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എന്നാണ് കേട്ടോ അളകനന്ദ നദി അറിയപ്പെടുന്നത്. ഹോളി പ്ലസ് ആയ ബദ്രിനാഥിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന നദിയും ഈ അളകനന്ദ നദിയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് ഈ നദിക്കുള്ളത്. വിൻ്റർ സമയത്താണ് ഈ നദി നമുക്ക് കാണാനായിട്ട് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുക. നല്ല അടിപൊളി പച്ച കളറിലാണ് കേട്ടോ ഈ നദി ഒഴുകുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പം വെള്ളം ഇല്ലാത്ത പോലെ തോന്നുമെങ്കിലും അടുത്ത് വന്നാലാണ് ഈ വെള്ളത്തിൻ്റെ ഫ്ലോ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുക. ഉത്തരാഖണ്ഡിലെ ചമോലി, രുദ്രപ്രയാഗ്, പൗരി, ഗർവാൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. നദിയുടെ തീരത്ത് പിതൃതർപ്പണം അർപ്പിക്കാനും ആൾക്കാർ എത്താറുണ്ട് കേട്ടോ. അതിനായിട്ട് ഇവിടെ പ്രത്യേകം ഘട്ടുകളുണ്ട്. വാരണാസിയിലും ഋഷികേശിലും ഒക്കെ നമ്മൾ കാണുന്ന പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഘട്ടുകൾ ഈ അളകനന്ദ നദീതീരത്തും ഉണ്ട്. ഈ നദീതീരത്ത് താമസിക്കുമ്പം വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ കിട്ടുക. ഈ നദിയിലെ കാറ്റിനും വെള്ളത്തിൻ്റെ സൗണ്ടിനും ഒരു പ്രത്യേക താളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജനുവരി ഡിസംബർ മാസങ്ങളാകുമ്പോൾ വെള്ളത്തിന് തണുപ്പ് കൂടും കേട്ടോ. ദൂരെ നിന്ന് നോക്കിയാലും അടുത്തുനിന്ന് നോക്കിയാലും ഈ നദി അതിമനോഹരിയാണെന്ന് ഞാൻ പറയൂ. കാരണം എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പം നദിക്ക് വേറൊരു വ്യൂ ആണെന്നും എന്നാൽ ഇവിടെ വന്ന് അടുത്തുനിന്ന് നോക്കുമ്പോൾ ഇതിന് മറ്റൊരു മുഖമാണെന്നും എനിക്ക് തോന്നാറുണ്ട്. ചിലരുടെയൊക്കെ സന്തോഷങ്ങളും ചിലരുടെയൊക്കെ വേദനകളും ഈ നദീതീരത്ത് പങ്കുവെക്കാറുണ്ട്. അതായത് ആഘോഷങ്ങളായിട്ടും മരണാന്തര ചടങ്ങുകളായിട്ടും പലരുടെയും ദുഃഖങ്ങളും സന്തോഷങ്ങളും പേറിയാണ് ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്.